ശ്രീലങ്കയിൽ കനത്ത നാശം വിതച്ച ഡീറ്റ്വ ചുഴലിക്കാറ്റ് ഇന്ന് വൈകിട്ടോടെ തീവ്ര ന്യൂനമർദ്ദമായി മാറും. ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരം തൊടില്ല. തമിഴ്നാട്ടിലെ തീരമേഖലകളിൽ കനത്ത മഴ തുടരുകയാണ്. തഞ്ചാവൂരിൽ വീടിടിഞ്ഞു വീണ് യുവതി മരിച്ചു. ശ്രീലങ്കയിൽ 159 പേർക്കാണ് ചുഴലിക്കാറ്റിൽ ജീവൻ നഷ്ടമായത്. ചെന്നൈയിലെ ബസന്ത് നഗർ ബീച്ചിൽ നിന്നും മനേഷ് മൂർത്തി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തമിഴ്നാടിന്റെ തീരദേശ മേഖലകളിൽ ശക്തമായ മഴ തുടരുന്ന ഒരു നിലയുണ്ട്. പ്രത്യേകിച്ച് തഞ്ചാവൂർ, അതുപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ നാഗപട്ടണം പോലുള്ള മേഖലകളിലെല്ലാം തന്നെ മഴ തുടരുന്നുണ്ട്. തീവ്ര ന്യൂനമർദ്ദമായി ഇന്ന് വൈകിട്ടോടുകൂടി ഈ ചുഴലിക്കാറ്റ് ഡിറ്റ്വ ചുഴലിക്കാറ്റ് മാറും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന ഒരു വിവരമെന്ന് പറയുന്നത്. മാത്രമല്ല, നാളെ രാവിലെയോടുകൂടി ഇത് വീണ്ടും ശക്തി കുറഞ്ഞ് ന്യൂനമർദ്ദമായി മാറുന്ന ഒരു നിലയിലേക്ക് വരും. അപ്പോൾ എന്തായാലും കരതൊടും 25 കിലോമീറ്റർ അകലെ വരെ ഇന്നലെ രാത്രിയും ഒക്കെ തന്നിരുന്നൊരു മുന്നറിയിപ്പ് അങ്ങനെയായിരുന്നു. തീരത്ത് നിന്ന് തമിഴ്നാട് തീരത്ത് നിന്ന് ഏകദേശം 25 കിലോമീറ്റർ അകലെ എത്തും എന്നുള്ളതായിരുന്നു. കാറ്റ് തീരം തൊടില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടി ആശ്വാസം നൽകുന്ന ഒരു വിവരം തന്നെയാണ് നിലവിൽ വരുന്നത്. അത് ഇന്ന് വൈകിട്ടോടുകൂടി തീവ്ര ന്യൂനമർദ്ദമാകുന്നു. അതിനുശേഷം അത് ന്യൂനമർദ്ദമായി നാളെ രാവിലെയോടുകൂടി ന്യൂനമർദ്ദമായി കടലിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇതിന്റെ ഒരു പ്രഭാവം എന്തായാലും ഇതിന് ഈ കാറ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കാറ്റ് കരയിലേക്ക് അടുക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം തന്നെ അത് നേരത്തെ ഉണ്ടായിരുന്ന അലേർട്ടുകളെല്ലാം തന്നെ ആ രീതിയിൽ തന്നെ തുടരുന്നുണ്ട്. അത് തീരദേശ മേഖലകളിലെല്ലാം തന്നെ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല മറ്റിടങ്ങളിൽ, അതായത് ഈ ചെന്നൈ ഉൾപ്പെടെയുള്ള തീരദേശ മേഖലകളിലെല്ലാം തന്നെ ശക്തമായ കാറ്റടിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അത് ഏകദേശം 80 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കും എന്നുള്ളതാണ് പറയുന്നത്. നമ്മളിപ്പോഴുള്ളത് ബസന്ത് നഗർ ബീച്ചിലാണ്, ചെന്നൈയിലെ ബസന്ത് നഗർ ബീച്ചിലാണ്. ഇവിടുത്തെ സ്ഥിതി നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. ശക്തമായ കാറ്റ് നിലവിൽ വരുന്നുണ്ട്. മാത്രമല്ല ഇടവിട്ടുള്ള മഴയുണ്ട്. അപ്പോൾ ആ രീതിയിലെല്ലാമാണ് ബസന്ത് നഗർ ബീച്ചിലെ നമ്മളിപ്പോൾ യാത്ര ചെയ്തിരുന്ന ഓരോ ബീച്ചുകളിലെയും അവസ്ഥ സമാനം തന്നെയാണ്. കടൽ വളരെ പ്രക്ഷുബ്ധമാണ്. കടലിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതായത് വളരെ പ്രക്ഷുബ്ധമാണ് കടലിന്റെ അവസ്ഥ. വലിയ തിരമാലകളാണ് ഉണ്ടാകുന്നത്. ഈ കാറ്റിനനുസരിച്ച് തിരമാലയുടെ ശക്തി കൂടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാറ്റ് തീരത്തേക്ക് അടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴേക്കും വലിയ തോതിലുള്ള തിരമാലകളും അതുപോലെ തന്നെ ശക്തമായ കാറ്റും ഏകദേശം 80 കിലോമീറ്ററോളം ഒരു വേഗത്തിൽ കാറ്റടിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഡിറ്റ്വ ചുഴലിക്കാറ്റ് തീവ്ര ന്യൂനമർദ്ദമായി മാറുകയാണ്. അതിന്റെ മഴ പ്രതിഫലനം തമിഴ്നാട്ടിലുണ്ടാകും. എപ്പോഴും തഞ്ചാവൂരിൽ വീടിടിഞ്ഞ് വീണ് യുവതി മരിച്ചു, സങ്കടം തന്നെയാണ്. പക്ഷേ കൂടുതൽ മരണങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. പക്ഷേ അതിൻ്റെ മാരക പ്രഹരശേഷി വെച്ചിട്ട് അപായമൊക്കെ അതിൽ കൂടുതൽ ഉണ്ടാകുമെന്നൊക്കെ ഭയപ്പെട്ടിരുന്നതാണ്. അത്രയും ഉണ്ടാവുന്നില്ല, ഭാഗ്യം. അങ്ങനെ നിൽക്കട്ടെ. ചെന്നൈയിലെ ബസന്ത് നഗർ ബീച്ചിൽ നിന്നാണ് മനേഷ് മൂർത്തി തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രേക്ഷകർ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.